ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒമാനിലെ ട്രാഫിക് ഫൈനുകൾ, അതായത് ROP ഫൈനുകൾ എങ്ങനെ അടക്കാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈസൻസിൻ്റെ മേലെ ROP ചാർജ് ചെയ്തിട്ടുള്ള ഫൈനുകൾ എങ്ങനെ അടക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ONEIC, ഇത് നിങ്ങൾക്ക് ROPയുടെ വെബ്സൈറ്റിൽ പോയും അടക്കാം, മൊബൈൽ വഴിയും അടക്കാം. മൊബൈലിൽ എങ്ങനെ അടക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ONEIC എന്ന ഒരു സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ അടക്കാം എന്നാണ് നോക്കുന്നത്. ഞാൻ അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ONEIC ബിൽ ആൻഡ് പേ. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് യൂസർ ID ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി യൂസർ ID ഉണ്ട് എനിക്ക് ഇവിടെ. ഞാനത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിവിടെ വന്നാൽ ഇവിടെ കാണാൻ പറ്റും, ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും ടെലികോം ബില്ലും എല്ലാം അടക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ROP സർവീസസ്. അതിൽ ട്രാഫിക് ഫൈൻ പേയ്മെൻറ്റ് എന്നത്, ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ലൈസൻസ് നമ്പർ, സിവിൽ ID നമ്പർ, അതായത് ലൈസൻസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിവിൽ ID ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കോളത്തിൽ സിവിൽ എക്സ്പയറേഷൻ ഡേറ്റ്, അതായത് നിങ്ങളുടെ സിവിൽ IDയുടെ എക്സ്പയറി ഡേറ്റ്, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സിവിൽ IDയുടെ എക്സ്പയറി ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് ഒഫൻസ് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. അതിൽ നിങ്ങൾക്ക് ഫൈന് ഉണ്ട് എങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഫൈൻ എമൗണ്ട് എന്താണ്, അതിൻ്റെ റീസൺ എന്താണ് എന്നെല്ലാം കാണാൻ പറ്റും. നിങ്ങൾ ഉപയോഗിച്ച വണ്ടി ഏതാണ് അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ സിവിൽ നമ്പർ, ടോട്ടൽ ഫൈന് എത്രയാണ് അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇനി അതിനുശേഷം നമുക്ക് അത് അടക്കുന്നതിന് വേണ്ടി പ്രൊസീഡ് ടു പേ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് പേ കൊടുത്താൽ മതിയാവും. ഞാനിവിടെ എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്ത് ഇവിടെ പേ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. OTP അടിച്ചതിന് ശേഷം ഇവിടെ പേ OMR എന്നത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ROP ഫൈൻ അടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.